ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ ദഹന പ്രശ്നങ്ങൾ, പൈൽസിൻ്റെ പ്രശ്നങ്ങൾ, അസിഡിറ്റി, ഗ്യാസ്, ഇങ്ങനെയുള്ള വയറ് സംബന്ധമായ ഒട്ടനവധി പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടാവാറുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ നിങ്ങളുടെ ചർമ്മ സംരക്ഷണം, മുടി എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതൊക്കെ ഈ ഒരു ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഹരിതകി, വിഭീതകി, ആമലകി, ഇത് മൂന്നും അടങ്ങിയിട്ടുള്ള ത്രിഫല ചൂർണത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ത്രിഫല, അതായത് നെല്ലിക്ക, കടുക്ക, താനിക്ക, ഇത് മൂന്നും അടങ്ങിയിട്ടുള്ളതാണ് ത്രിഫല ചൂർണം. അതുപോലെ ഇപ്പോൾ ത്രിഫലാദി ചൂർണം കൂടെ കിട്ടുന്നുണ്ട്. ത്രിഫലാദി ചൂർണം എന്നുള്ളത് ഇതിൻ്റെ കൂടെ ലിക്കറൈസ് പൗഡർ, അതല്ലെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടി കൂടെ ചേർത്തിട്ടുള്ളതാണ് ത്രിഫലാദി ചൂർണം. അപ്പോൾ ത്രിഫല ചൂർണവും ത്രിഫലാദി ചൂർണവും തമ്മിൽ ഇൻഗ്രീഡിയൻസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരാണെങ്കിൽ ത്രിഫലാദി ചൂർണം അല്ലെങ്കിൽ ത്രിഫല ചൂർണം ഏത് വേണമെങ്കിലും എടുക്കാം. ത്രിഫലാദി ചൂർണമാണ് കുറച്ചുകൂടെ കോൺസ്റ്റിപ്പേഷനൊക്കെ നല്ലത്. ത്രിഫലയുടെ കൂടെ എഷ്ടിമധു അല്ലെങ്കിൽ ഇരട്ടി മധുരം കൂടെ കൂടുമ്പോൾ ഇതിൻ്റെ ഗുണം കുറച്ചുകൂടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ത്രിഫലാദി ചൂർണം നിങ്ങൾക്ക് കിടക്കുമ്പോൾ ഒരു സ്പൂൺ ഇളം ചൂടുവെള്ളത്തിൽ, ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം കഴിച്ചിട്ട് കിടക്കാവുന്നതാണ്. കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും കഴിക്കരുത്. അതായത് ഇതായിരിക്കണം നിങ്ങളുടെ അവസാനത്തെ ഡ്രിങ്ക്. വേണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാം, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുടിക്കാം, അതല്ലാതെ വേറെ ഒന്നും കഴിക്കരുത്. അപ്പോൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വളരെ പെട്ടെന്ന് മാറും. പിറ്റേ ദിവസം തന്നെ വളരെ ലൂസായിട്ട് പോവും. അത് ഒരുപാട് തവണയൊന്നും പോവില്ല. വളരെ മോഷൻ നല്ല ക്ലിയർ ആയിട്ട് പോകാൻ ഇത് സഹായിക്കും. നിങ്ങൾക്കിങ്ങനെ ബെഡ് ടൈമിൽ ഇതുപോലെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ ഗ്യാസ്, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും നിങ്ങൾക്കിതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ 1-2 ടീസ്പൂൺ ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ട് കഴിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്കത് കഴിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുക. അതായത് ചില ദിവസം ഒരു സ്പൂൺ ഇട്ടിട്ട് നിങ്ങൾക്ക് നോക്കാം. ചിലവർക്ക് 1 ടീസ്പൂൺ കൊണ്ട് തന്നെ ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. ചിലവർക്ക് 2 ടീസ്പൂണൊക്കെ ഇടേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡോസ് എന്ന് പറയുന്നത് ഒരു 5 to 10 ഗ്രാമാണ് നമ്മൾ ഡെയിലി എടുക്കേണ്ട ഒരു ഡോസ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം 1 ടീസ്പൂൺ ഇട്ട് നോക്കാം. അത് നിങ്ങൾക്ക് എഫക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 സ്പൂൺ വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ത്രിഫല ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഇതുപോലെ തന്നെ മോരിൽ ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പല്ല, നിങ്ങൾക്ക് ഉച്ചക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ, അതല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് മോരിൽ 1 ടീസ്പൂൺ ത്രിഫല ഇട്ടിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർക്കും ഇത് വളരെ നല്ലതാണ്. ചിലവർക്ക് ഇടയ്ക്കിടയ്ക്ക്, അതായത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റ് പോകാൻ തോന്നുക, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോയാലും ഒരു തൃപ്തിയില്ലാണ്ടിരിക്കുക, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ മോരിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ത്രിഫല നമ്മുടെ ബോഡീനെ ഡീടോക്സ് ചെയ്യാനും അതുപോലെ ലിവറിനെയും സ്പ്ലീനിനെയും ഒക്കെ ക്ലിയർ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു ബ്ലഡ് പ്യൂരിഫയർ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോഡി ഒന്ന് ഡീടോക്സ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഇതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 ടീസ്പൂൺ ത്രിഫല ചൂർണം ഇളം ചൂടുവെള്ളത്തിൽ കഴിക്കാം. ഇനി ത്രിഫലയുടെ മറ്റൊരു യൂസ് എന്ന് പറയുന്നത് അൾസേഴ്സിലാണ്. അൾസേഴ്സ് എന്ന് പറയുമ്പോൾ മൗത്ത് അൾസറിൽ ഉപയോഗിക്കാം. അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങളിലും നമുക്കിത് വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇത് അതിൻ്റെ ഉണക്കം വളരെ പെട്ടെന്നാക്കാൻ വേണ്ടി സഹായിക്കും. നിങ്ങൾക്ക് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ത്രിഫല ഇട്ട് തിളപ്പിച്ച് അത് 1 ഗ്ലാസ് ആക്കി മാറ്റുക. അതിനുശേഷം ഇത് നിങ്ങൾക്ക് വ്രണങ്ങൾ കഴുകാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അത് പെട്ടെന്ന് അതിൻ്റെ ഉണക്കത്തിനെ കൂട്ടാൻ വേണ്ടി സഹായിക്കും. ഇനി നിങ്ങൾക്ക് മൗത്ത് അൾസർ ഉള്ളവരാണെങ്കിൽ ഇത് ഗാർഗിൾ ചെയ്യാൻ, വായി ഒന്ന് ഗാർഗിൾ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടും ഈ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. 2-3 തവണ ഒരു ദിവസം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഈ ത്രിഫല ചൂർണം നെയ്യിൽ മിക്സ് ചെയ്തിട്ട് അൾസേഴ്സ് ഉള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇത് രണ്ടും നല്ലതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് അൾസേഴ്സ് ഉള്ള ഭാഗങ്ങളിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അകത്തേക്ക് പോയത് കൊണ്ടും കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി ത്രിഫലയെക്കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കാഴ്ചശക്തിയെ കൂട്ടും എന്നുള്ളതാണ്. അതായത് വിഷൻ കൂട്ടാനും ഐസൈറ്റ് വളരെ ക്ലിയർ ആക്കാനും അതുപോലെ തന്നെ ഗ്ലൂക്കോമ പോലുള്ള കണ്ടീഷൻസ്, കണ്ണിന് വരുന്ന എന്തെങ്കിലും അലർജി, ഇൻഫ്ലമേഷൻ, കൺജങ്ക്റ്റിവൈറ്റിസ് പോലുള്ള കണ്ടീഷൻ, ഇതിനൊക്കെ ത്രിഫല വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ അമ്മമ്മയൊക്കെ ഇങ്ങനെ ത്രിഫല
കടുക്കയും നെല്ലിക്കയും താനിക്കൊക്കെ വാങ്ങി പൊടിപ്പിച്ച് ഒരു ടിന്നിലാക്കി വെച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഡെയിലി കഴിക്കുന്നത് കാണാറുണ്ടായിരുന്നു. അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഇതിങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ത്രിഫല ഡെയിലി അവരുടെ ഒരു റുട്ടീൻ്റെ ഭാഗമാക്കാറുണ്ട്. ഇത് കണ്ണിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ അവരുടെ പ്രായത്തെ ചെറുത്ത് നിർത്താനും ഇത് വളരെ സഹായകമാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണിന് വേണ്ടിയിട്ടാണെങ്കിലും രാത്രി ഒരു സ്പൂൺ ത്രിഫല കഴിക്കാവുന്നതാണ്. ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും കണ്ണിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ തടയാനും സഹായിക്കും. അതുപോലെ എന്തെങ്കിലും അലർജി അതുപോലെ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ത്രിഫല ഉപയോഗിക്കാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ ത്രിഫല ഈ നൈസ് ചൂർണ്ണമല്ലാണ്ട് നമുക്ക് കഷായ ചൂർണ്ണം വാങ്ങാൻ കിട്ടും. അത് തിളപ്പിച്ചിട്ടും നമുക്ക് കണ്ണ് കഴുകാനെടുക്കാം. അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കഷായ ചൂർണ്ണമാകുമ്പോൾ കുറച്ച് വലിയ വലിയ പൊടികളായിരിക്കും. അപ്പോൾ അത് നമുക്ക് അരിച്ചെടുക്കാൻ എളുപ്പമാണ്. നമ്മൾ ചെറിയ നൈസ് പൊടി ഫൈൻ പൗഡർ ആകുമ്പോൾ നമുക്ക് കണ്ണിൽ അത് അരിച്ചെടുത്താലും അതിൽ ചെറിയ ചെറിയ തരികൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അത് തിളപ്പിച്ചെടുത്ത് അതായത് ഒരു ഗ്ലാസ് ആക്കി ചുരുക്കിയതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് നമുക്ക് കണ്ണ് കഴുകാനെടുക്കാം. നമ്മുടെ കണ്ണിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസും അലർജീസും ഒക്കെ വളരെ പെട്ടെന്ന് മാറാൻ ഇത് സഹായിക്കും. ചിലവർക്ക് കണ്ണിൽ വളരെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ല, പുറത്ത് പോയി വന്നാൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. കണ്ണിങ്ങനെ 2-3 തവണ വാഷ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇറിറ്റേഷനൊക്കെ മാറാറുണ്ട്. ഇനി ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസിലും നമുക്കിത് ത്രിഫല കൊണ്ട് വാഷ് ചെയ്യാനെടുക്കാം. സ്ത്രീകളിൽ പ്രധാനമായിട്ടും അവരുടെ പ്രൈവറ്റ് പാർട്സിൽ ഇറിറ്റേഷൻസ് അതുപോലെ ഇച്ചിങ് ഒക്കെ വരാറുണ്ട്. ഇത് പെട്ടെന്ന് അവർക്ക് അവിടെ ഫംഗൽ പൂപ്പൽ ബാധ വന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത സ്ത്രീകളിൽ കൂടുതലാണ്. അങ്ങനെയുള്ളവർക്കും വളരെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ത്രിഫല കൊണ്ട് വാഷ് ചെയ്യുക എന്നുള്ളത്. ഇതുപോലെ ത്രിഫല കഷായം ഉണ്ടാക്കിയിട്ട് അത് നമുക്കിപ്പോൾ ഒരു ഗ്ലാസ് മതിയാവില്ല. അപ്പം നമുക്ക് 1 ലിറ്ററിലേക്ക് ഒരു 2 വലിയ സ്പൂൺ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഒരു കുറച്ച് ചുരുക്കി അതായത് പകുതിയാക്കി കുറുക്കിയെടുത്തതിന് ശേഷം അത് നമുക്ക് വാഷ് ചെയ്യാൻ എടുക്കാം. ഇത് ഈ ഫംഗൽ ഇൻഫെക്ഷൻസിനെയും ചൊറിച്ചിലിനെയും ഒക്കെ മാറ്റാൻ വളരെ നല്ലതാണ്. ഹെയർ വാഷ് ചെയ്യാനും ത്രിഫല ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഡാൻഡ്രഫ് മാറാൻ ഇത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് കുളിക്കുമ്പോൾ ത്രിഫല മുടി കഴുകി കളയാൻ എടുക്കാം. അതല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ ഇത് തലയിൽ സ്പ്രേ ചെയ്ത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഡാൻഡ്രഫിന് വളരെ മാറ്റം ഉണ്ടാവും, അത് നന്നായിട്ട് മാറും. അതുപോലെ ത്രിഫല ഉപയോഗിച്ചിട്ട് മുടി വളരാൻ വേണ്ടി നമുക്ക് ഹെയർ പാക്കുകൾ ഉണ്ടാക്കാം. മുടി വളരാനും മുടി വളർച്ച കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ത്രിഫലയെ കോക്കനട്ട് ഓയിലിൽ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് പരിമകം ആക്കിയിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും നല്ലൊരു ഹെയർ പാക്കാണ്. അതുപോലെ തൈരിൽ മിക്സ് ചെയ്തിട്ടും ത്രിഫല നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതും മുടി വളർച്ച കൂട്ടാനും ഡാൻഡ്രഫ് മാറാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി മുഖത്ത് പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ പിമ്പിൾസ് വാഷ് ചെയ്യാനും നമുക്ക് ഈ ത്രിഫല കഷായം എടുക്കാം. വളരെ ആക്നെയൊക്കെ ഉണ്ട്, നല്ല പഴുത്ത കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രിഫല വാഷ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ കഷായം ഉണ്ടാക്കിയിട്ട് നമുക്ക് സാധാരണ നമ്മൾ മുഖം കഴുകാൻ വേണ്ടിയിട്ട് നമുക്കത് 1-2 പ്രാവശ്യം ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഈ മുഖക്കുരു കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ത്രിഫല നല്ലൊരു ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ത്രിഫല കോക്കനട്ട് ഓയിലിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ടാനൊക്കെ മാറ്റാനും ഇത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് മോരിൽ ത്രിഫല മിക്സ് ചെയ്തിട്ട് ഒരു പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഡീടാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ യൂത്ത്ഫുൾനെസ് നിലനിർത്താനും അതുപോലെ സ്കിന്നിന് നല്ലൊരു എലാസ്റ്റിസിറ്റി അതുപോലെ ഫേംനെസ് ഒക്കെ ഉണ്ടാവാനും ത്രിഫല ഇതുപോലെ ഫേസ് പാക്കായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സഹായിക്കും. ഇനി ത്രിഫലയെക്കുറിച്ച് ചരക സംഹിതയിൽ പറയുന്നത് 100 വർഷം വരെ യുവത്വത്തോടു കൂടെ നിൽക്കാൻ വേണ്ടി ത്രിഫല സഹായിക്കും എന്നാണ്. ഇത് ത്രിഫല അകത്തേക്ക് കഴിക്കേണ്ട ഒരു രീതിയാണ് പറയുന്നത്. ഇതിൽ ഒരുപാട് വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ബോഡീനെ വളരെ യൂത്ത്ഫുള്ളായിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിനെ നല്ല തിളക്കമുള്ളതായിട്ടും ചർമ്മത്തിന് നല്ല എലാസ്റ്റിസിറ്റിയും അതുപോലെ കൊളാജൻ പ്രൊഡക്ഷനെ കൂട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അകത്തേക്ക് കഴിക്കുന്നത് നമ്മുടെ എപ്പോഴും ചെറുപ്പമായിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത് കഴിക്കാൻ ഒരു പ്രത്യേക രീതി പറയുന്നുണ്ട്. അതായത്
നമ്മൾ ഒരു 100 ഗ്രാം ത്രിഫല ചൂർണ്ണം എടുക്കാം. ത്രിഫല ചൂർണ്ണമാണ് പറയുന്നത്, അതായത് ഇത് കടുക്ക, താനിക്ക, നെല്ലിക്ക ഇത് മൂന്നും ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത് പൊടിച്ച് വെച്ചിട്ടുള്ള ത്രിഫല ചൂർണ്ണം വെള്ളവുമായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അയേണിൻ്റെ പാൻ അല്ലെങ്കിൽ ചീനച്ചട്ടിയൊക്കെ എടുക്കാം, ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ എടുക്കാം. അതിൽ ഇത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 24 മണിക്കൂർ അതുപോലെ തന്നെ വെക്കുക, ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെയാണ്, മഴയുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ 24 മണിക്കൂർ എന്നുള്ളത് നീണ്ടു പോവാം ഇത് ഉണങ്ങാൻ. പക്ഷേ ഇത് ഉണങ്ങുന്ന നല്ല ഡ്രൈ ആവുന്നത് വരെ അതിൽ തന്നെ വെക്കുക. അതിനുശേഷം അതിൽ നിന്ന് നമുക്ക് എടുക്കാം, ഒരു സ്പൂൺ ഉപയോഗിച്ച് ചിരണ്ടി എടുക്കാം. ഈ ഒരു പൊടി നല്ല ഡ്രൈ ആയിട്ടുണ്ടാവണം. ഈ ഒരു പൊടി നമുക്കൊരു ബോട്ടിലാക്കി വെക്കാം. ഇത് നമുക്ക് 1 മാസം മുതൽ 2 മാസം വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് തേനിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ കഴിക്കാം, ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടത്. ഇത് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ ഈ ഭക്ഷണത്തിന് ശേഷം 1 സ്പൂൺ കഴിക്കുക, തേൻ മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ഇനി ഇങ്ങനെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ത്രിഫലയും അതുപോലെ തേനും രണ്ടും വളരെ ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്, ഡ്രൈ ആണ്. അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈനെസ് നമ്മളെ ബോഡിക്ക് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെയാണ് ഇത് കഴിക്കുന്നതെങ്കിൽ രാത്രി നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കൂടെ 1 സ്പൂൺ നെയ്യ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ 1 സ്പൂൺ എള്ളെണ്ണ ആയാലും മതി. ഇത് നിങ്ങൾ സെപ്പറേറ്റ് കഴിക്കണം. അതല്ല നിങ്ങൾ രാത്രിയാണ് കഴിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ 1 സ്പൂൺ നെയ്യോ അതുപോലെ അല്ലെങ്കിൽ 1 സ്പൂൺ എള്ളെണ്ണയോ കഴിക്കാൻ വേണ്ടി നോക്കണം. ഇത് ഡ്രൈനെസ് നമ്മളെ ബോഡിയിൽ നിന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് കഴിക്കാം, ജീവിതകാലം മുഴുവൻ കഴിക്കാം. ഇതിനെക്കൊണ്ട് യാതൊരു പാർശ്വഫലങ്ങളുമില്ല, മറിച്ച് ഒരുപാട് ഗുണങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ത്രിഫലയുടെ ഉപയോഗങ്ങളാണ്. അതുപോലെ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിലും ത്രിഫല വളരെ നല്ലതാണ് കഴിക്കുന്നത്. കൊളസ്ട്രോൾ കുറക്കാനും ത്രിഫല വളരെ സഹായിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ത്രിഫല കൊണ്ട് വളരെ ഉപയോഗമാണുള്ളത്. ത്രിഫല രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 ടീസ്പൂൺ ത്രിഫല നിങ്ങൾക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കാം. അതിൻ്റെ കൂടെ 1 കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടെ ഇട്ട് വെക്കുക. രാവിലെ ഈ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇളം ചൂടോടുകൂടി കുടിക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസം കൂട്ടാനും അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് നിങ്ങളുടെ വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആക്കാനും ഇത് വളരെ സഹായിക്കും. ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്